ആധാരമെഴുത്ത് ഉപജീവനമായി നടത്തിവരുന്ന 10,000-കണക്കിന് പേരുടെ വായിൽ മണ്ണിടുന്ന നിലപാടുമായി കേരള സർക്കാർ നീങ്ങുകയാണെന്ന് CPM ജില്ലാ കമ്മിറ്റി അംഗം കാരകുളം ബാബു. ഓൺലൈൻ രജിസ്ട്രേഷൻ പിൻവലിക്കുന്നതടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആധാരമെഴുത്ത് തൊഴിലാളികൾ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചിതറ സബ് രജിസ്ട്രാർ ഓഫീസ് ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി മറ്റൊരു തൊഴിലും ഇല്ലാതെ ഈ ആധാരമെഴുത്ത് തൊഴിൽ ഉപജീവന മാർഗമായി സ്വീകരിച്ചുകൊണ്ട് തങ്ങളുടെ കുടുംബങ്ങളെ പുലർത്തി വരുന്ന 10,000-കണക്കിന് പാവപ്പെട്ട മനുഷ്യരുടെ വായിൽ മണ്ണിടുന്ന തരത്തിലേക്കുള്ള ഒരു നിലപാടുമായി നമ്മുടെ കേരള സർക്കാർ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിക്ക് വഴിവെക്കുകയും കുത്തക കമ്പനികൾക്ക് വിൽപ്പന ചരക്കാക്കി ആധാരമെഴുത്തിനെ മാറ്റുകയും ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. ഈ നടപടികൾ പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് തൊഴിലാളികളുടെ തീരുമാനം. മധുസൂദനൻ നായർ അധ്യക്ഷനായി. യൂണിറ്റ് സെക്രട്ടറി ഉഷാർ ബാബു സ്വാഗതം പറഞ്ഞു. A. ലത്തീഫ്, MS മുരളി, MM റാഫി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടക്കൽ.